ലോകം വലിയ ആശങ്കയോടെയും കൗതുകത്തോടെയും ഉറ്റുനോക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ നാടകത്തിന്റെ നടുവിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വൻ ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ന് സ്വന്തം ജീവനിൽ വലിയ ഭയമാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ജീവൻ കയ്യിൽ കൊണ്ടു നടക്കുക എന്നൊക്കെ കേട്ടില്ലേ, അതേ അവസ്ഥയാണ് സാക്ഷാൽ ട്രംപിന്. ഒരു കാലത്ത് മറ്റുള്ള രാജ്യങ്ങളെ ഭയപ്പെടുത്തി നിർത്തിയിരുന്ന അമേരിക്കൻ ഭരണകൂടത്തിന് ഇപ്പോൾ സ്വന്തം സുരക്ഷയുടെ കാര്യത്തിൽ ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥയാണ് വന്നു ചേർന്നത്. ഇറാനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ കാര്യങ്ങൾ ഇത്രത്തോളം കൈവിട്ടു പോകുമെന്ന് വൈറ്റ് ഹൗസിലെ ഉന്നതർ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ നടക്കുന്നത് ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നതാണ് നമ്മൾ റിപ്പോർട്ടുകൾ പറയുന്നത്. സാഹചര്യങ്ങൾ പൂർണ്ണമായി മാറി മറിഞ്ഞിട്ടുണ്ട്. ഇറാനെ പേടിച്ചോടേണ്ട അവസ്ഥയിലാണ് അമേരിക്കൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ സുരക്ഷാ സന്നാഹങ്ങളും ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കാരണം എവിടെ നിന്നാണ് ആക്രമണം വരിക എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലല്ലോ. ഇന്നത്തെ ഈ ആഗോള സാഹചര്യത്തിൽ ഇത് ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സംഭവിച്ച ഏറ്റവും വലിയൊരു ദുർഗതിയായിട്ട് തന്നെയാണ് ലോകം വിലയിരുത്തുന്നത്. കഴിഞ്ഞ മാസം തുർക്കിയിലെ അങ്കാറയിൽ വെച്ചാണ് ഏവരെയും ഞെട്ടിച്ച ആ സംഭവം അരങ്ങേറിയത്. പ്രമുഖ രാജ്യങ്ങളുടെ നേതാക്കൾ പങ്കെടുത്ത നാറ്റോ ഉച്ചകോടിയുടെ വേദി കൂടിയായിരുന്നു അത്. ഉച്ചകോടി വളരെ വിജയകരമായി അവസാനിച്ചു എന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനുശേഷമുള്ള സംഭവങ്ങൾ തികച്ചും നാടകീയമായിരുന്നു. ഇറാനിൽ നിന്നുള്ള ശക്തമായ വധഭീഷണി ഉയർന്നതിനെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതീവ രഹസ്യമായി ഒരു ചെറിയ സൈനിക വിമാനത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പ്രമുഖ ആഗോള മാധ്യമങ്ങളായിട്ടുള്ള വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസുമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ലോകത്തിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ ഏജൻസികൾ നടത്തിയ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ചർച്ചയായി മാറിയിരിക്കുകയാണ്. സർവോപരി ട്രംപിന് ഇത് വലിയൊരു നാണക്കേടും ഉണ്ടാക്കിയിരിക്കുന്നു. എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വളരെ വലിയൊരു ആസൂത്രണമാണ് അമേരിക്കൻ സുരക്ഷാ വിഭാഗം അങ്കാറയിൽ ഒരുക്കിയത്. പൊതുജനങ്ങളുടെയും വിമാനത്താവളത്തിലെ നൂറുകണക്കിന് ഉദ്യോഗസ്ഥരുടെയും മുന്നിൽ വെച്ച് വളരെ പരസ്യമായാണ് ട്രംപിനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വിമാനമായിട്ടുള്ള എയർഫോഴ്സ് വണ്ണിലേക്ക് കയറ്റിയത്. ടെലിവിഷൻ ക്യാമറകളെല്ലാം ഈ രംഗങ്ങൾ തത്സമയം ഒപ്പിയെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കാഴ്ചകൾക്ക് പിന്നിൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. വിമാനത്തിനുള്ളിലേക്ക് കടന്ന ട്രംപിനെ മിനിറ്റുകൾക്കകം പുറകിലെ വഴിയിലൂടെ ഒരു എയർപോർട്ട് കാറ്ററിംഗ് ട്രക്കിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ആ ട്രക്കിലെ ഭക്ഷണപ്പെട്ടിക്കിടയിൽ ഒളിച്ചിരുത്തിയാണ് ട്രംപിനെ അവിടെ നിന്ന് മാറ്റിയത്. തുടർന്ന് അവിടെ തയ്യാറാക്കി നിർത്തിയിരുന്ന വളരെ ചെറിയൊരു സൈനിക വിമാനത്തിലേക്ക് അദ്ദേഹത്തെ സുരക്ഷിതമായി മാറ്റുകയും ചെയ്തു. വിവിധ ലോക നേതാക്കളോടൊപ്പം നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അങ്കാറയിലെത്തിയ ട്രംപ് സമ്മിറ്റ് കഴിഞ്ഞ് സാധാരണ പോലെ എയർഫോഴ്സ് വൺ ജംബോ ജെറ്റിൽ കയറി മടങ്ങുന്നു എന്ന ചിത്രം മാത്രമാണ് ബാഹ്യലോകം കണ്ടത്. പക്ഷേ സംഭവിച്ചത് മറ്റൊരു കഥയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചാനലുകളിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിലും ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. എന്നാൽ അതൊരു കൺകെട്ട് മാത്രമായിരുന്നു എന്ന് പിന്നീടാണ് ലോകം തിരിച്ചറിഞ്ഞത്. ഇറാന്റെ ഭീഷണി കാരണം അവിടെ നിലനിന്നിരുന്ന ഭീകര അന്തരീക്ഷത്തിൽ നിന്ന് ട്രംപിനെ രക്ഷിച്ചെടുക്കാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഇതിലും മികച്ച ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഒരു വൻ ശക്തിയുടെ തലവന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഭക്ഷണപ്പെട്ടിക്കിടയിൽ ഒളിച്ചിരിക്കേണ്ടി വന്നു എന്നത് ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ സംഭവമാണ്. അത് സംഭവിച്ചിരിക്കുന്നതോ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനും. ട്രംപ് തന്റെ പതിവ് ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിൽ തന്നെയാണ് യാത്ര തിരിക്കുന്നത് എന്നാണ് വൈറ്റ് ഹൗസ് ആദ്യം പുറത്തുവിട്ട ഔദ്യോഗിക പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകരും വൈറ്റ് ഹൗസിലെ ചില പ്രധാന ജീവനക്കാർ പോലും ട്രംപ് ആ വലിയ വിമാനത്തിനുള്ളിൽ ഉണ്ടെന്നാണ് ഉറച്ചു വിശ്വസിച്ചിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ വിമാനത്തിൽ ട്രംപ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇറാൻ നൽകിയ രഹസ്യ വധഭീഷണിയെ തുടർന്ന് നടന്ന ഈ വലിയ നാടകത്തിന്റെ വിവരങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നത്. സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ലോകത്തിന് മുന്നിൽ വലിയ നുണകൾ പ്രചരിപ്പിക്കേണ്ടി വന്നു എന്നത് അമേരിക്കൻ ഭരണകൂടത്തിനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ തിരിച്ചടികളും ഭീഷണികളുമാണ് ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള ഒരു നീക്കത്തിന് അമേരിക്കയെ നിർബന്ധിതരാക്കിയത് എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും തങ്ങളുടെ പ്രസിഡന്റിനെ രക്ഷിക്കുക എന്നതാണല്ലോ പ്രയോറിറ്റി. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ തുർക്കി. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ട്രംപിന് നൽകുന്ന സുരക്ഷ എത്രത്തോളം ശക്തമായിരുന്നാലും അതിലൊരു വിടവുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ മൂലമല്ല വിമാനം മാറിയത് എന്ന് വരുത്തി തീർക്കാൻ ട്രംപും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും പരമാവധി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾ മൂർച്ചയേറിയപ്പോൾ ട്രംപിന് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയേണ്ടതായി വന്നു. അങ്ങനെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത വധഭീഷണിയെ കുറിച്ച് അദ്ദേഹം തന്നെ പരസ്യമായി സമ്മതിച്ചത്. ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല താൻ തന്നെയാണ് എന്ന് ട്രംപ് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ തനിക്ക് നേരെ നിൽക്കുന്ന വധഭീഷണികൾ വളരെ വലുതാണെന്നും അദ്ദേഹം തുറന്ന് സമ്മതിച്ചു.
ലോകത്തിന്റെ മുഴുവൻ സുരക്ഷ കൈകാര്യം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇന്ന് സ്വന്തം ജീവൻ ഓർത്ത് ഭയപ്പെടുന്ന കാഴ്ചയാണ് ലോകം മുഴുവൻ കണ്ടത്. തുർക്കിയിൽ നിന്ന് പഴയ വിമാനത്തിൽ പുറപ്പെട്ട സമയത്തും വലിയ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. വിമാനത്തിൽ ഉണ്ടായിരുന്ന സഹയാത്രികരോടും ജീവനക്കാരോടും വിമാനത്തിന്റെ ജനലുകൾ പൂർണ്ണമായും അടച്ചുപൂട്ടാൻ അധികൃതർ നിർദ്ദേശവും നൽകിയിരുന്നു. പുറത്തു നിന്നുള്ള യാതൊരു നിരീക്ഷണവും വിമാനത്തിന് മേൽ പതിക്കരുത് എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഈ നീക്കങ്ങൾ. കൂടാതെ വിമാനത്തിന്റെ സഞ്ചാരപാത കാണിക്കുന്ന ലൊക്കേഷൻ ട്രാക്കർ സിസ്റ്റം മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്തു. ഇസ്താംബൂളിന് അടുത്തുള്ള കരിങ്കടലിന് മുകളിലൂടെ വിമാനം കടന്നു പോകുന്നത് വരെ ഈ ട്രാക്കർ സംവിധാനം പ്രവർത്തിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. ഒരു ആധുനിക വിമാനത്തിന് ഇത്തരം സംവിധാനങ്ങൾ ഓഫ് ചെയ്ത് പറക്കേണ്ടി വന്നു എന്നത് തന്നെ അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. എങ്ങനെയെങ്കിലും ട്രംപിനെ അവിടെ കൊണ്ടുപോയി പിന്നീട് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു തലവേദന തന്നെയായിരുന്നു. പിന്നീട് മാധ്യമ പ്രവർത്തകർ ഈ വിചിത്രമായ നടപടികളെ കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ ലളിതമായി കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. തങ്ങൾ സഞ്ചരിച്ചിരുന്നത് ചില അപകടകരമായ സാഹചര്യങ്ങളിലൂടെ ആയതുകൊണ്ടാകാം സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനലുകൾ അടയ്ക്കാൻ ആവശ്യപ്പെട്ടത് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളായിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ. നിലവിലെ ഭയാനകരമായ അന്തരീക്ഷത്തിൽ പ്രസിഡന്റിന്റെ ജീവൻ അപകടത്തിലാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ വ്യാജ ഓപ്പറേഷൻ സംഘടിപ്പിച്ചത് എന്ന് ഒരു ഉന്നത US ഉദ്യോഗസ്ഥർ പിന്നീട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. അമേരിക്കൻ ചരിത്രത്തിൽ ഇതിനു മുൻപും സമാനമായ രഹസ്യയാത്രകൾ ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ് കേട്ടോ. 2000 അന്നത്തെ US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പാകിസ്ഥാൻ സന്ദർശിച്ച സമയത്തും സുരക്ഷാ കാരണങ്ങളാൽ സമാനമായ രീതിയിൽ രഹസ്യ വിമാനം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് പാകിസ്ഥാനിലെ പ്രാദേശിക ഭീകരവാദികളെ ഭയന്നായിരുന്നു ആ നീക്കമെങ്കിൽ ഇന്ന് ഇറാൻ എന്നൊരു രാജ്യത്തിന്റെ പേരിൽ അമേരിക്കയ്ക്ക് ഒളിച്ചോടേണ്ടി വരുന്നു എന്നതാണ് വ്യത്യാസം. ഇത് ഇന്നത്തെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അമേരിക്കയ്ക്ക് ഏറ്റിരിക്കുന്ന കനത്ത ആഘാതം തന്നെയാണ്. വർഷങ്ങളായി അമേരിക്ക തുടരുന്ന പല തെറ്റായ വിദേശ നയങ്ങളും ഇറാനോട് നടത്തുന്ന അനാവശ്യ കൊമ്പുകോർക്കലുമാണ് കാര്യങ്ങൾ ഇത്രത്തോളം സങ്കീർണമാക്കിയത്. ലോകശക്തി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് വിദേശ മണ്ണിൽ സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ചോടേണ്ടി വരുന്നത് അവരുടെ ശക്തിയുടെ ക്ഷയത്തെ തന്നെയാണ് കാണിക്കുന്നത്. അതും ഈ ദുർഗതി വന്നിരിക്കുന്നത് അമേരിക്കയ്ക്കാണ് എന്ന് ഓർക്കണം. വധഭീഷണിയെ തുടർന്ന് എയർപോർട്ട് കാറ്ററിംഗ് ട്രക്കിലെ ഭക്ഷണ പെട്ടിക്കുള്ളിൽ ഒളിച്ചിരുന്ന് യാത്ര ചെയ്യേണ്ടി വന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഈ ദുരവസ്ഥ അമേരിക്കൻ ചരിത്രത്തിലെ ഒരിക്കലും മായാത്ത കറുത്ത അധ്യായമായിട്ട് തന്നെ നിലനിൽക്കും. ഇറാന് നേരെ വലിയ ഭീഷണികൾ മുഴക്കിയ അതേ ട്രംപിന് ഒടുവിൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഒളിച്ചോടേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ദുർഗതി തന്നെയാണ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ട്രംപിന് വന്ന ഈ ദുർഗതിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ബോക്സ് ചെയ്തുമല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.